Hi all, welcome to my YouTube channel. I'm Passion. കടലറിയില്ല കരയറിയില്ല എന്ന് തുടങ്ങുന്ന വരികൾ കേട്ടിട്ടില്ലേ? കടലും കരയും അടങ്ങാത്ത പ്രണയമാണ്. അറിയോ? കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന സമയം കണ്ടിട്ടുണ്ടോ? കരയെ പുണരാൻ കൊതിക്കും സമയവും അത് തന്നെ. എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സല്ലേ ഇപ്പോൾ നിങ്ങളുടേത്, അല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു. കടലിനെ സ്നേഹിക്കാത്തവരായി ആരുണ്ട്? നിങ്ങൾ മരീചിക എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകും. അതെന്തെന്നറിയാമോ? അങ്ങകലെ ഒരു പ്രകാശം. അത് നമ്മുടെ തൊട്ടടുത്ത് കാണും പോലെ അനുഭവപ്പെടുന്നൊരു തോന്നലാണ്. മരുഭൂമിയിലെ മരുപ്പച്ച പോലെ കടലിൽ പെട്ടുഴലുന്ന വഞ്ചിക്ക് അങ്ങ് തീരം എത്താറായി എന്നൊരു തോന്നൽ. നമ്മളും ഇതുപോലെ ജീവിതത്തിൻ്റെ നൂൽപ്പാലത്തിൽ കിടന്നുഴലാറില്ലേ? പറ. അത്രയേറെ വിഷമങ്ങൾ വരുമ്പോൾ എങ്ങു നിന്നോ ഒരു അദൃശ്യശക്തി നമ്മെ രക്ഷിക്കുമെന്നൊരു തോന്നൽ. ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ ആദിതാളം ശക്തി സ്വരൂപിണിയെ പാതിയാക്കിയ സംഹാരരുദ്രൻ്റെ കയ്യിലും. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ മൂന്ന് പ്രകൃതിയുടെ വരങ്ങളിൽ സൃഷ്ടി ബ്രഹ്മാവും, സ്ഥിതി വിഷ്ണുവും, സംഹാരം പരമശിവനും. ഇവർ ത്രിമൂർത്തികളായി പ്രകൃതിയെ ഒരു തുലാസിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ കർത്തവ്യം എന്താണ്? അത് ചെയ്ത് മുന്നോട്ട് പോവുക. പുരാണങ്ങളിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവത്തിനും പരീക്ഷണം നേരിട്ടിട്ടുണ്ടെന്ന്. ഈശ്വരൻ തൂണിലും തുരമ്പിലും ഉണ്ടെന്ന് പറയുമ്പോൾ നാം തന്നെ, നമ്മളിൽ തന്നെ ദൈവം കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന തത്വം തത്വമസി. അയ്യപ്പസ്വാമിതൻ നടയിൽ നാം എന്ന ഭാവം കളഞ്ഞ് എന്ന് നാം യഥാർത്ഥ മനുഷ്യനാവുന്നുവോ അന്ന് നമ്മളിൽ ദൈവാംശം വന്നു ചേരും എന്ന് നാം വിശ്വസിക്കുന്നു. അദൃശ്യശക്തി നമ്മിൽ വന്നു നിറയും, ചൈതന്യം വർദ്ധിക്കും, സ്വയം തിരിച്ചറിവ് വന്നു ചേരും. നീയാവൂ, നിന്നെ നീ അറിയൂ. ഈ ഭൂമി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്, പക്ഷേ നിന്റെ മാത്രം സ്വന്തമല്ലെന്ന് കൂടി ഓർക്കണം. പ്രകൃതിയിലും വികൃതിയിലും വിരാജിക്കുന്ന ശക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കടലിലെ ഓളങ്ങളിൽ ജീവന്റെ തുടിപ്പ് കാണും പോലെ. ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് ടാറ്റാ. ദിസ് ഈസ് ആമി.